നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന കേരളത്തെ വിശേഷിപ്പിക്കുന്നതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് കേരളത്തിലെ ജലാശയങ്ങൾ. 44 നദികളും അതിനു പുറമെ അരുവികളും തോടുകളും കായലുകളും ഒക്കെ കൂടി ചേർന്ന് ജലസമൃദ്ധമാണ് നമ്മുടെ കേരളം. എന്നാൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ രൂക്ഷമായ ജലക്ഷാമം നേരിടുന്നത് ഒരു പതിവ് കാഴ്ചയായി കേരളത്തിൽ മാറിയിരിക്കുകയാണ്. ഈ വർഷം പതിവിലും കടുത്തതാകും ജലദാരിദ്ര്യം എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഭൂഗർഭ ജലശേഖരത്തിന്റെ അളവ് ആശങ്കയുളവാക്കും വിധം കുറഞ്ഞതിന്റെ കണക്കുകളും ഈയിടെ പുറത്തു വന്നിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള വേനലുകളിൽ അത്യുഷ്ണവും ജലക്ഷാമവും കൊണ്ട് കേരളം മരുഭൂമിക്ക് തുല്യമാകും. പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് ഇപ്പോൾ കാലാവസ്ഥ. ശൈത്യകാലങ്ങളിൽ ആവശ്യത്തിന് തണുപ്പോ മഴക്കാലങ്ങളിൽ ആവശ്യത്തിന് മഴയോ ലഭിക്കാത്ത അവസ്ഥ. ഇത്തരത്തിൽ പൊതുവെ മഴയുടെ അളവിലുണ്ടായ കുറവും കാലാവസ്ഥ വ്യതിയാനവും ചേർന്ന് വരുത്തിവെച്ച കെടുതികൾക്കു മീതെ വയലുകളും മറ്റു ജലസ്രോതസ്സുകളും നികത്തുന്നതിലൂടെ മനുഷ്യർക്കും ഈ ജലക്ഷാമത്തിൽ ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. കേരളം കൊടും വരൾച്ചയുടെ പിടിയിലാകുന്നതിന്റെയും നേരിടാനിരിക്കുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്റെയും അപകട ലക്ഷണങ്ങൾ ദീർഘനാളുകൾ മുൻപ് തന്നെ കണ്ടതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മഴവെള്ള സംഭരണത്തിനുള്ള ചില ജനകീയ പദ്ധതികൾ ആവിഷ്കരിച്ചതും നടപ്പാക്കാൻ ശ്രമിച്ചതും. മഴക്കുഴിയും മഴക്കൊയ്ത്തും പോലുള്ള പദ്ധതികൾ പരാജയപ്പെട്ടപ്പോൾ അടുത്ത പടിയെന്ന നിലയിലാണ് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെയുള്ള കെട്ടിട നിർമ്മിതികൾക്ക് ഒപ്പം തന്നെ മഴവെള്ള സംഭരണത്തിന് കൂടി സംവിധാനം വേണമെന്ന് കർശനമായി വ്യവസ്ഥ ചെയ്ത് 2011 തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു ഉത്തരവിറക്കിയത്. ഇത് പിന്നീട് കെട്ടിട നിർമ്മാണ ചട്ടത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു. മഴവെള്ള സംഭരണ സംവിധാനമില്ലാത്ത നിശ്ചിത വിസ്തൃതിയിൽ കൂടുതലുള്ള നിർമ്മിതികൾക്ക് കെട്ടിട നമ്പർ നൽകേണ്ടതില്ലെന്നായിരുന്നു വ്യവസ്ഥ. ആദ്യം കർശനമായി പാലിക്കപ്പെട്ട ഈ വ്യവസ്ഥ പിന്നീട് സൗകര്യപൂർവ്വം എല്ലാവരും മറന്നു. എങ്കിലും ആ കാലത്ത് ലക്ഷങ്ങൾ മുടക്കി വിവിധ സ്ഥാപനങ്ങൾക്ക് മുന്നിലും പിന്നിലും നിർമ്മിച്ച ഫെറോസിമെന്റ് മഴവെള്ള സംഭരണികൾ ഇന്ന് ചെളി നിറഞ്ഞ് കാട് കയറി പൊട്ടിയൊലിച്ച നിലയിലാണ്. ഉപയോഗശൂന്യമായവ പലതും പൊളിച്ചു നീക്കി കഴിഞ്ഞു. ബാക്കിയായവ മഴക്കാലത്ത് നിറഞ്ഞു കവിഞ്ഞും വേനൽക്കാലത്ത് വരണ്ടുണങ്ങിയും വഴിമുടക്കികളാവുന്ന നിലയിലാണ്. ജില്ലാ പഞ്ചായത്ത് ഓഫീസ് വളപ്പിലുള്ള മാതൃകാ മഴവെള്ള സംഭരണി പോലുള്ള ചുരുക്കം ചില നിർമ്മിതികൾ മാത്രമേ ഇന്നും സംരക്ഷിക്കപ്പെടുന്നവയായുള്ളൂ. കെട്ടിടങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച മഴവെള്ള സംഭരണികളിൽ മഴക്കാലത്ത് ശേഖരിച്ചു സൂക്ഷിക്കുന്ന വെള്ളം കൊണ്ട് മാത്രം ഏത് കടുത്ത വേനലിനെയും കൂളായി നേരിടുന്ന ചുരുക്കം ചില വീടുകളും മറ്റു നിർമ്മിതികളും കേരളത്തിലുണ്ട്. മണ്ണിൽ വെള്ളത്തിന്റെ റീചാർജിംഗ് അവസരമൊരുക്കുന്ന മഴക്കുഴികളും മറ്റും വ്യാപകമാകുന്നതിനൊപ്പം മഴവെള്ള സംഭരണി നിർബന്ധമാക്കിക്കൊണ്ട് നിലവിലുള്ള ഉത്തരവ് കർശനമായി നടപ്പാക്കുകയും വേണം. ഫ്ളാറ്റുകളുടെ വ്യാപനത്തോടെയാണ് സംസ്ഥാനത്ത് എല്ലാ നിയന്ത്രണങ്ങളും മറികടന്നുള്ള കുഴൽക്കിണർ നിർമ്മാണം തകൃതിയായത്. പാർപ്പിട വ്യാപനം ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ മഴവെള്ള സംഭരണത്തിനുള്ള സ്വാഭാവിക മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കെട്ടിടങ്ങൾക്ക് മഴവെള്ള സംഭരണികൾ നിർബന്ധമാക്കുകയും മാത്രമാണ് ഇതിനുള്ള പരിഹാരം. ഇല്ലെങ്കിൽ ഇനിയൊരു യുദ്ധമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടി തന്നെയായിരിക്കും. വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്ര എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മലയാളികൾ എത്താതിരിക്കാൻ നമ്മൾ തന്നെ സൂക്ഷിക്കണം. ഭൂമിയുടെ സ്വാഭാവികത നശിപ്പിച്ച് അവിടെ കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുമ്പോൾ ഇതിന്റെ എല്ലാം ഫലം ഭാവിയിൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നത് ഓരോരുത്തരും ഓർത്താൽ നല്ലത്. വാർത്തയുടെ നിറം തേടി തനി നിറം.